ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹജ്ജ് കർമ്മമാണ് നിർവഹിച്ചിട്ടുള്ളത്. ആ ഹജ്ജിൽ റസൂലുള്ളാഹിയുടെ വിടവാങ്ങൽ സംസാരത്തിൽ ഈ ഉമ്മത്തിനോടുള്ള ഗുണകാംക്ഷ നമുക്ക് കാണാൻ കഴിയും. ലോകാവസാനം വരെയുള്ള മുസ്ലിം ഉമ്മത്ത് ശ്രദ്ധിക്കേണ്ട ഉപദേശങ്ങൾ റസൂലുള്ളാഹിയുടെ മൗഇദ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് സ്വഹാബത്തിന് കൈമാറി. അത് കേട്ടവർ അടുത്ത തലമുറയിലേക്ക് അവർ അതെത്തിച്ചു. ആ ഓരോ ഉപദേശങ്ങളും വിശ്വാസികൾ വളരെ പ്രാധാന്യത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഖുതുബയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന ഉപദേശങ്ങളിൽപ്പെട്ടതാണ് ഒന്ന്, അൽ വസിയ്യത്തു ബിൽ ഇൽമ്. ഇൽമു നേടണം, അറിവ് പഠിക്കണം എന്ന വസിയ്യത്ത്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖുദൂ മിനൽ ഇൽമ്, നിങ്ങൾ ഇൽമു സ്വീകരിക്കണം, അറിവ് നേടണം. ഖബ്ല അൻ യുഖ്ബലൽ ഇൽമു വ ഖബ്ല അൻ യുർഫഅൽ ഇൽമു. ഇൽമ് ഉയർത്തപ്പെടും, അറിവ് പിടിച്ചുവെക്കും. ആ അറിവ് ഉയർത്തപ്പെടുന്നതിന് മുമ്പ് ഇൽമു നേടാൻ നിങ്ങൾ പരിശ്രമിക്കണം. സ്വഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന് നമ്മുടെ കൂടെയില്ല. നമ്മളിലേക്ക് ഫിത്നയെത്തും. കടുപ്പമേറിയ ഫിത്നകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണേണ്ടി വരും. ആ ഫിത്നയുടെ കാലഘട്ടത്തിൽ നമ്മുടെ മുന്നിലുള്ള രക്ഷാകവചം ഇൽമാണ്. അറിവ് നേടുക, പഠിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഇൽമുമായി ചേർന്ന് നിൽക്കുന്നവനാകണം. അറിവിൻ്റെ വഴികളിൽ എവിടെയെല്ലാം നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം വിജ്ഞാനവുമായി ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ. ഒന്നുകിൽ നല്ല അറിവുള്ള ആലിമാകണം, അല്ലെങ്കിൽ അറിവ് പഠിക്കുന്നവനാകണം, അല്ലെങ്കിൽ അറിവ് കേൾക്കുന്നവനോ അറിവിനെ സ്നേഹിക്കുന്നവരോ ആകണം. മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ അവർ വിജ്ഞാനത്തെ സ്നേഹിച്ചു. കാനൽ ഇമാം മുഹമ്മദ് ഇബ്നുൽ ഹസൻ, മഹാനായ മുഹമ്മദ് ഇബ്നുൽ ഹസൻ ലാ യനാമുൽ ലൈൽ, രാത്രി അദ്ദേഹം ഉറങ്ങാറില്ല. ഫഖീല ലഹു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ലിമ ലം ലാ തനാം, എന്തുകൊണ്ടാണ് നിങ്ങൾ രാത്രി ഉറങ്ങാത്തത്, എന്താണ് രാത്രി ഉറങ്ങാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, കൈഫ അനാമു വഖദ് നാമത് ഉയൂനൽ മുസ്ലിമീൻ തവക്കുലൻ അലൈനാ. മുസ്ലിമീങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ട്, ഞങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുസ്ലിമീങ്ങളുടെ കണ്ണുകൾ ഉറങ്ങുന്നത്. എന്തെങ്കിലും ഒരു മസ്അല വന്നാൽ അത് ചോദിച്ചാൽ പറഞ്ഞു തരാൻ പണ്ഡിതന്മാരുണ്ട്, അറിവുള്ളവരുണ്ട് എന്ന് തവക്കുലാക്കി മുസ്ലിമീങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്കെങ്ങനെയാണ് രാത്രി ഉറങ്ങാൻ കഴിയുക എന്നു ചോദിച്ച് രാത്രിയിലും വിജ്ഞാനത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. രണ്ടാമത്തൊരു വിഷയം തഹ്രീമുദ്ദിമ വൽ അംവാൽ വൽ അറാദ്. ഒരു മുസ്ലിമിൻ്റെ സമ്പത്ത് പവിത്രമാണ്, ഒരു മുസ്ലിമിൻ്റെ ജീവൻ പവിത്രമാണ്, ഒരു മുസ്ലിമിൻ്റെ അഭിമാനം പവിത്രമാണ്. അതിനൊന്നും കോട്ടം വരുത്തരുത്. ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുത്. ഒരു മുസ്ലിമിൻ്റെ രക്തം ചിന്തരുത്. ഒരു മുസ്ലിമിൻ്റെ സമ്പത്തോ അഭിമാനമോ അത് യാതൊരു വിധത്തിലുള്ള പോറലും അതിലേൽപ്പിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സംസാരത്തിൽ പറയുകയാണ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അയ്യു യൗമിൻ ഹാദ, ഇതേതാണ് ദിവസം, നമ്മളിവിടെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ദിവസം ഏതാണ്? ഖാലു, സ്വഹാബത്ത് പറഞ്ഞു, യൗമുൻ ഹറാം, ഇത് പവിത്രമായ ദിവസമാണ്, ദുൽഹിജ്ജയാണ്. പവിത്രമായ ദുൽഹിജ്ജയിലെ ദിവസങ്ങളിലാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. പ്രവാചകൻ ചോദിച്ചു, ഇത് ഏതു ബലദാൻ, ഏത് നാടാണ്? ഇത് പവിത്രമായ നാടാണ്. ഏതു മാസമാണ്? പവിത്രമായ മാസമാണ്. അങ്ങനെ അവർ നിൽക്കുന്ന സ്ഥലത്തെയും അവർ നിൽക്കുന്ന മാസത്തെയും അവർ നിൽക്കുന്ന ദിവസത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ദിമാഅകും വ അംവാലകും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഈ മക്കയിൽ രക്തം ചിന്തരുത്, മക്ക പവിത്രമാണ്.
ദുൽഹിജ്ജ മാസം പവിത്രമാണ്, നിങ്ങൾ നിൽക്കുന്ന ദിവസം പവിത്രമാണ്. അതുപോലെ പവിത്രമാണ് ഒരു മുസ്ലിമിൻ്റെ സമ്പത്ത്, ഒരു മുസ്ലിമിൻ്റെ രക്തം, ഒരു മുസ്ലിമിൻ്റെ അഭിമാനം. അതുകൊണ്ട് നിങ്ങൾ രക്തം ചിന്തരുത്, സമ്പത്ത് അനർഹമായി കൈവശം വെക്കരുത്, ഒരാളുടെ അഭിമാനത്തിന് നിങ്ങൾ കോട്ടം വരുത്തരുത്. പ്രിയമുള്ള മുസ്ലിം സഹോദര, ഇത് വളരെ ഗൗരവത്തോടുകൂടെ നാം ആലോചിക്കേണ്ടതാണ്. നമ്മുടെ കൈകൾ കൊണ്ട് ഒരാളുടെ രക്തം ചിന്തുന്ന, ഒരാളെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. മറ്റൊരാളുടെ സമ്പത്ത് അനർഹമായി നമ്മുടെ സമ്പത്തിലേക്ക് കടന്നു വരുന്ന, ഒരു രൂപ പോലും അനർഹമായി നമ്മുടെ സമ്പത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാകരുത്. രണ്ട് അനുഭവങ്ങൾ ഓർക്കുകയാണ്. ഒരു വ്യക്തിയെപ്പറ്റി ഒരാൾ അനുഭവം പറഞ്ഞത്, അദ്ദേഹം ഇറച്ചി കച്ചവടക്കാരനാണ്. കടയിലെ ത്രാസ് അത് പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയപ്പോഴാണ് മനസ്സിലായത് കുറച്ച് ഗ്രാം അതിൽ കുറവുണ്ട്, അതിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ 1 കിലോ വാങ്ങിയ ഒരാൾക്ക് അത്ര തന്നെ മാംസം അതിലുണ്ടാവുകയില്ല. പരിശോധിക്കുന്ന സമയത്താണ് മനസ്സിലായത് ചെറിയ അതിലൊരു ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ട്. ആ വ്യക്തി അയാളുമായി ബന്ധപ്പെട്ട ആ കടയിലേക്ക് വരുന്ന ആളുകളുടെ വീട്ടിൽ ചെന്ന് ഒരു ചെറിയ സംഖ്യ നൽകിയതാ, ഇങ്ങനെ ഒരു വീഴ്ച എൻ്റെ കച്ചവടത്തിൽ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ പരലോകത്തേക്ക് വെക്കരുത് എന്നു പറഞ്ഞ് അയാളുമായി ബന്ധപ്പെട്ട, അയാൾക്ക് പരിചിതമായ ആളുകളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അതാണ് തഖ്വ, അതാണ് സൂക്ഷ്മത. മറ്റൊരാളുടെ അനർഹമായൊരു വിഹിതം, 1 രൂപ പോലും എൻ്റെ സമ്പത്തിലേക്ക് വരരുത് എന്ന സൂക്ഷ്മത. ഒരു സഹോദരൻ ഒരു അനുഭവം പങ്കുവെച്ചത്, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഒരു ഭാര്യയും ഭർത്താവും വന്നു. അപ്പോൾ ഓഡിറ്റോറിയം മാറിയിട്ടാണ് വന്നത്. വിളിക്കാത്ത കല്യാണത്തിന് വന്നതല്ല, കല്യാണം വിളിച്ചിട്ടുണ്ട്. പക്ഷേ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയം പേര് മാറി. സ്വാഭാവികമാണ്, ചിലപ്പോൾ പലതും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ ഇന്നത് തന്നെയാണെന്ന് ഉറപ്പിച്ച് നമ്മൾ പോകും. ഭക്ഷണം കഴിച്ചപ്പോഴാണ് പിന്നെ പരിചയക്കാരും കാണുന്നില്ല. അപ്പം മനസ്സിലായി കല്യാണം മാറിയിട്ടുണ്ട്, ഓഡിറ്റോറിയം മാറിയിട്ടുണ്ട്. അദ്ദേഹം നേരെ ആരുടെ കല്യാണമാണോ അയാളുടെ പിതാവിനെ ചെന്ന് കണ്ട് അവിടെയുള്ള അതുമായി ബന്ധപ്പെട്ട ആളുകളെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ഇതാ ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, ഈ കല്യാണത്തിന് എനിക്ക് ക്ഷണമില്ല, ഞങ്ങൾ വന്നത് വേറെ കല്യാണത്തിനാണ്, പക്ഷെ ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വിളിക്കാതെ വന്നതാണ്, ഭക്ഷണം കഴിച്ചു, നിങ്ങൾ അത് പൊറുക്കണം, അത് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കാനുള്ള ഒരു മനസ്സ്. അതെന്തുകൊണ്ടാണ്? ഞാനിപ്പോൾ കഴിച്ച ഭക്ഷണം എനിക്കനുവദനീയമല്ല, അതെന്നെ സംബന്ധിച്ചിടത്തോളം ഹലാലല്ല. അനർഹമായി ഒരാളുടെ ഭക്ഷണം എൻ്റെ വയറ്റിലേക്ക് എത്തിയാൽ, ഒരാളെ ചതിച്ച്, ഒരാളെ വഞ്ചിച്ച്, ഒരാളെ അയാളുടെ ഒരു ദുർബലത കൊണ്ട് ഞാൻ നേടിയെടുത്തൊരു സമ്പത്ത്, അത് പക്ഷേ ദുനിയാവിൽ അതിനൊരു ആസ്വാദനം ഉണ്ടാകും, പക്ഷേ പരലോകത്ത് റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയണമെന്ന പേടി. ആ ഒരു തഖ്വയിലേക്ക് നമുക്കെത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനിഖ്തതഅ ഹഖ്ഖ ഇംരി മുസ്ലിമിൻ ബിയമീനി ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ വഹറമ അലൈഹിൽ ജന്ന. മറ്റൊരാളുടേത് അനർഹമായി കൈവശപ്പെടുത്തിയാൽ, കള്ളസത്യം ചെയ്ത് ഏത് രൂപത്തിലാകട്ടെ, മറ്റൊരാളുടെ ഹക്കാണ്, അത് കൈവശപ്പെടുത്തി, അവന് സ്വർഗം നിഷിദ്ധമാണ്, നരകം നിർബന്ധമാണ്. സ്വഹാബത്ത് ചോദിച്ചു, വഇൻ കാന ശൈഅൻ യസീറ, അത് ചെറുതാണെങ്കിലോ, ഞങ്ങൾ കൈവശപ്പെടുത്തിയത് നിസാരമാണെങ്കിലോ, ചെറുതാണെങ്കിലോ, വഇൻ ഖളീബൻ മിൻ അറാഖ്, ഒരു അറാഖിൻ്റെ കൊള്ളിയാണെങ്കിലും അതിനുള്ള ശിക്ഷ അനുഭവിച്ചിട്ടേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. അപ്പോൾ സഹോദരന്മാരെ, സമ്പത്ത് എങ്ങനെയെങ്കിലും നേടിയെടുക്കലല്ല, ന്യൂനതകൾ മറച്ചുവെച്ച് കള്ളസത്യം ചെയ്ത് വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ ഈ സമുദായത്തിൽ നിന്ന് കേൾക്കുന്നു. കോടികളുടെ, ആയിരങ്ങളുടെ, 1000 കോടികളുടെ, 500 കോടികളുടെ സമ്പത്ത് മുന്നിൽ പണ്ഡിതന്മാരെയാണ് നിർത്തുന്നത്, ദീനാണ് മറയാക്കുന്നത്, ദീന് വെച്ചുകൊണ്ടാണ് കച്ചവടം, ദീനിൻ്റെ ആളുകളാണ് ബിസിനസ്സിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. സലഫുകളിൽപ്പെട്ട, മുൻഗാമികളിൽപ്പെട്ട ഒരാൾ ഒരു കടയിലേക്ക് കയറുകയാണ്. അപ്പോൾ കൂടെയുള്ള ആൾ പരിചയപ്പെടുത്തി കൊടുത്തതാ, ഇത് ഇന്ന പണ്ഡിതനാണ്, ഇന്ന വ്യക്തിയാണ്, നിങ്ങൾ വില കുറച്ച് കൊടുക്കണം. ഇന്ന ഉസ്താദാണ്, അത് ഉസ്താദാണ്, വില കുറച്ച് കൊടുക്കണം. ഞങ്ങളെ മൗലവിയാണ്, വില കുറച്ച് കൊടുക്കണം.
ഞങ്ങളെ പണ്ഡിതനാണ്, പരിഗണിക്കണം. ഇന്ന ആളാണ്, നിങ്ങൾ വില കുറച്ചു കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നു. അദ്ദേഹം തിരിച്ചു പ്രതികരിച്ചത് കുന്ന ലാ നബിഉ ദീനന, ഞങ്ങൾ ഞങ്ങളുടെ ദീന് കച്ചവടം ചെയ്യാറില്ല, ഞങ്ങൾ ദീന് കച്ചവടം ചെയ്യാറില്ല. പണ്ഡിതനായതുകൊണ്ട് വില കുറവ്, നേതാവായതുകൊണ്ട് വില കുറവ്. അങ്ങനെ ഈ ദീനിൻ്റെ മേഖലയിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് ഭൗതികമായൊരു വിഷയത്തിൽ ഒരു പരിഗണന ഞങ്ങൾ ചെയ്യാറില്ല, ഈ ദീന് ഞങ്ങൾ കച്ചവടം ചെയ്യാറില്ല എന്നു പറഞ്ഞ ആ സൂക്ഷ്മതയാണ് നമുക്കുണ്ടാകേണ്ടത്. ദീനിൻ്റെ ആളുകളായി നിന്ന് അത് കച്ചവടത്തിന് ഉപയോഗപ്പെടുത്തുന്ന, അത് ബിസിനസ്സിലേക്ക് ഉപയോഗപ്പെടുത്തുന്ന, അത് തൻ്റെ വ്യാപാരങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സാമ്പത്തികമായി മറ്റൊരാളുടെ ഹക്ക് നമ്മളിലേക്ക് വരരുത്. ഒരു കള്ളസത്യം ചെയ്തുകൊണ്ട്, ഒരു കരിഞ്ചന്ത നടത്തിക്കൊണ്ട്, ഏതെങ്കിലും വിധത്തിലുള്ള ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട്, വകമാറ്റി ചിലവഴിച്ചുകൊണ്ട്, ജനങ്ങൾ ഏത് ലക്ഷ്യത്തിനാണോ പണം നൽകുന്നത് ആ ലക്ഷ്യത്തിന് പണം ചിലവഴിക്കണം. അത് വകമാറ്റി ചിലവഴിച്ചാൽ അത് വഞ്ചനയാണ്, ഖററാണ്. നാളെ പരലോകത്ത് ആ സമ്പത്തിന് അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് ഒരു കാരണവശാലും മറ്റൊരാളുടെ ഹക്ക് നമ്മളിലേക്ക് എത്തുന്ന, നമ്മൾ അനർഹമായി ചിലവഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അഭിമാനം പവിത്രമാണ്. ഒരാളുടെയും അഭിമാനത്തിന് ക്ഷതം വരുത്തരുത്. ഈ ദുനിയാവിൽ നമ്മൾ കണ്ടുമുട്ടിയ എല്ലാ മനുഷ്യരും മഹ്ശറിലുണ്ടാകും. നാളെ പരലോകത്ത് നമ്മളുമായി ഇടപഴകിയ മുഴുവൻ മനുഷ്യരും ഉണ്ടാകും. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിമാനത്തിന് നമ്മൾ ക്ഷതം വരുത്തിയിട്ടുണ്ട് എങ്കിൽ അതിനു പകരം നൽകുന്ന ദിവസമാണ് മഹ്ശർ എന്ന പേടി നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി നൽകിയ മൂന്നാമത്തെ ഒരു ഉപദേശം അൽ വസിയ്യത്തു ബിൻ നിസാ, സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, നമ്മുടെ ഇണകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ ഇണകളെ, ഭാര്യമാരെ അവരോട് ഏറ്റവും മാന്യമായി പെരുമാറണം. ഫത്തഖുല്ലാഹ ഫിൻ നിസാ, നിങ്ങളുടെ ഇണകളുടെ വിഷയത്തിൽ, ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇണകൾ മീസാഖൻ ഖലീല, അത് കനമുള്ള ഒരു കരാറാണ്. അള്ളാഹുവിനെ മുൻനിർത്തി നമ്മൾ സ്വീകരിച്ച ഖനമുള്ള, ഭാരമുള്ള കരാറാണ് നമ്മുടെ ദാമ്പത്യം, നമ്മുടെ ഇണ എന്നുള്ളത്. ഏറ്റവും മാന്യമായിരിക്കണം അവരോടുള്ള പെരുമാറ്റം. അവർക്ക് നൽകേണ്ട ഹക്ക് അവർക്ക് നൽകണം. നമ്മൾ വൈബ് തേടി ദുനിയാവിൻ്റെ എല്ലാ മൂലകളിലും പോയി ഭക്ഷണം കഴിക്കുക, എല്ലായിടത്തും യാത്ര പോവുക, നമുക്ക് കൂട്ടുകാരുണ്ട്, നമുക്ക് സൗഹൃദങ്ങളുണ്ട്. ഭാര്യയോ അവരാ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക, അവർ ജോലിക്കാരിയാണ്. നമുക്ക് ഭക്ഷണം ഒരുക്കുക, നമ്മുടെ വസ്ത്രമലക്കുക, നമ്മളെ കല്യാണം കഴിച്ചു എന്നതോടുകൂടെ അവരുടെ എല്ലാ സ്വപ്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അവസാനിച്ചു. അതല്ല, നമ്മളെപ്പോലെ അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അവരെ പരിഗണിക്കണം, അവർക്ക് മാന്യമായ രൂപത്തിലുള്ള റിസ്ക് നൽകണം. വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വഖിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, മാന്യമായ രൂപത്തിൽ അവർക്ക് റിസ്ക് നൽകണം, അവർക്ക് അവരുടെ വസ്ത്രങ്ങൾ നൽകണം, എല്ലാ വിധത്തിലുമുള്ള അവരുടെ ഹക്ക് അവർക്ക് നൽകണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് സമയം നൽകണമെന്നതാണ്. കുടുംബത്തിന് സമയം നൽകണം. പല ആളുകളും കുടുംബത്തിന് സമയം നൽകുന്നില്ല. അവിഹിതങ്ങളുടെ പിറകെ പോകുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം? സംസാരിക്കാൻ, തമാശ പറയാൻ, കൊഞ്ചിക്കുടയാൻ ഭർത്താവിനെ കിട്ടുന്നില്ല. ഒരു ഭാര്യയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ ഭർത്താവ് കൂടെയില്ല. അപ്പോഴാണ് പലപ്പോഴും മറ്റു വഴികളിലേക്ക് തേടിപ്പോകുന്നത്. എല്ലാം അങ്ങനെയാണ് എന്നല്ല പറഞ്ഞത്. പക്ഷെ മാന്യമായി അവർക്ക് സമയം കണ്ടെത്തുക, സമയം നൽകുക എന്നത് ഹക്കാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസത്തിൽ 3 സമയം കുടുംബത്തിനാണ് മാറ്റിവെച്ചത്. സുബഹി നമസ്കാരം കഴിഞ്ഞ് ദിക്റുകൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കുടുംബത്തിൻ്റെ കൂടെയാണ് സമയം ചിലവഴിച്ചിട്ടുള്ളത്. അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തിൻ്റെ കൂടെയാണ് സമയം ചിലവഴിച്ചിട്ടുള്ളത്. ഇശാഇന് ശേഷം അന്ന് ആരുടെ വീട്ടിലാണോ റസൂലുള്ളാഹി, അവിടേക്ക് തൻ്റെ കുടുംബത്തെ മുഴുവൻ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ട ഉപദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകും. എന്താണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത്? മുഴുവൻ ഭാര്യമാരുടെ അരികിലേക്കും റസൂലുള്ളാഹി എത്താത്ത ദിവസം വളരെ കുറച്ചാണ്, വിരളമാണ്. 11 ഭാര്യമാർ, രാജ്യത്തിലെ ഭരണാധികാരി, സേനാനായകൻ, ആ നാട്ടിലെ മുഫ്തി, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ, എന്തെല്ലാം തിരക്കുകൾ. പക്ഷെ ആ തിരക്കുകൾക്കിടയിലും ഞാൻ ഏറ്റെടുത്ത മീസാഖുൻ ഖലീൽ, ഒരു കനമുള്ള കരാറുണ്ട്. എൻ്റെ സംഘടന പോലെ,
എൻ്റെ രാഷ്ട്രീയ പാർട്ടി പോലെ, എൻ്റെ ജോലി പോലെ, എൻ്റെ മറ്റുത്തരവാദിത്തങ്ങൾ പോലെ ഞാൻ ഹക്ക് നൽകേണ്ട, ഞാൻ സമയം നൽകേണ്ടവരാണ് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്ന ഒരു ബോധ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം എന്നത് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വ ഇന്ന ലിസൗജിക അലൈക ഹക്കൻ, നിന്റെ ഭാര്യയോട് നിനക്ക് ഹക്കുണ്ട്, അവകാശങ്ങളുണ്ട്. അവർക്ക് നൽകേണ്ട അവകാശങ്ങൾ അത് നൽകുക തന്നെ വേണം. ഏറ്റവും മാന്യമായി അവർക്ക് വേണ്ടി സമ്പത്ത് ചിലവഴിക്കണം. നമ്മൾ മരിച്ചാൽ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടുന്നൊരവസ്ഥയിൽ കുടുംബത്തെ വിട്ടുപോകരുത്. പെട്ടെന്ന് ഈ ഓട്ടത്തിനിടയിൽ, നമ്മുടെ ഈ യാത്രക്കിടയിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തളർന്നു വീണാൽ, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വീണുപോയാൽ, പിന്നീട് മക്കളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ നിത്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാളുടെ മുന്നിൽ ചെന്ന് കൈനീട്ടുന്നൊരവസ്ഥ നമ്മുടെ ഇണക്ക്, നമ്മുടെ മക്കൾക്കുണ്ടാകരുത്. ഒരു സുരക്ഷിതമായ തണൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുക്കി വെക്കാൻ നമ്മളുടെ സ്വതക്കകൾ പോലെ തന്നെ, നമ്മളുടെ മറ്റു പ്രവർത്തനങ്ങൾ പോലെ തന്നെ അങ്ങനെ ചിന്തിക്കുന്നത് ദീനാണ്. കുടുംബത്തിന് നാം ചിലവ് നൽകേണ്ടവരെ ഇടുക്കുക, അവർ പ്രയാസപ്പെടുത്തുക, അവർക്ക് വേണ്ട സാമ്പത്തികമായ അവർക്ക് നൽകേണ്ട കാര്യങ്ങൾ നൽകാതിരിക്കൽ ഒരു മനുഷ്യന് പാപമായി മതിയാകുന്നതാണ്. നമ്മുടെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാതിരിക്കുക, മക്കൾക്ക് ചെലവിന് കൊടുക്കാതിരിക്കുക, അതുതന്നെ ഒരാൾക്ക് പാപമായി മതിയാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിഷയം ശ്രദ്ധിക്കണം. അത് പുണ്യകരമാണ്. ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി ഒരാൾ പണം ചിലവഴിക്കുന്നു. ഫീ റഖബ, അടിമമോചനത്തിന് വേണ്ടി ഒരാൾ പണം ചിലവഴിക്കുന്നു. തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ, ഒരു പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന ഒരു പ്രയാസപ്പെടുന്ന മനുഷ്യന് വേണ്ടി ഒരാൾ പണം ചിലവഴിക്കുന്നു. അൻഫഖ്തഹു അലാ അഹ്ലിക്, കുടുംബത്തിന് പണം ചിലവഴിക്കുന്നു. മറ്റു മൂന്നും നമ്മൾ വലിയ മഹത്വമായി കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് പണം നൽകൽ, അടിമമോചനത്തിന് പണം നൽകൽ, മിസ്കീനിന് പണം നൽകൽ. പക്ഷെ കുടുംബത്തിന് നൽകുന്നതിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് ചെലവ് കൂടിയല്ലോ, എന്താണ് ഇത്ര ചെലവ് എന്നാണ് ചോദിക്കുന്നത്. മക്കളുടെ പഠനത്തിന് വേണ്ടി, മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവർക്ക് പെരുന്നാൾ വരുന്ന ഒരു വസ്ത്രം നമ്മൾ വാങ്ങുന്നു. റസൂലുള്ളാഹി പറയുകയാണ്, അഅ്ളമുഹാ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക്, നിന്റെ കുടുംബത്തിന് ചിലവഴിച്ചതാണ് നിനക്ക് ഏറ്റവും പുണ്യകരമായിട്ടുള്ളത്. അതിലേറ്റവും മഹത്തരമായിട്ടുള്ളത് നിന്റെ കുടുംബത്തിനു നീ ചിലവഴിച്ച ദീനാറുകളാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ കയ്യിൽ പിടിക്കുന്ന ഒരു കവറ് ആ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, മിഠായിപ്പൊതികളുണ്ടല്ലോ, അത് പുണ്യമാണ്. അത് പുണ്യമാണ്. നമ്മുടെ മക്കള് ആവശ്യപ്പെടുന്ന അവരുടെ പെൻസിലും അവരുടെ അതുപോലെയുള്ള ആവശ്യങ്ങളും പുസ്തകങ്ങളും നമ്മൾ കടയിൽ നിന്ന് വാങ്ങി വീട്ടിലേക്ക് വന്ന് ആ കുട്ടികളുടെ കൈകളിലേക്ക് കൈമാറുമ്പോൾ അത് സ്വതക്കയാണ്, അത് പുണ്യമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ വാങ്ങുന്ന വസ്ത്രം അത് പുണ്യമാണ്. കുടുംബത്തിന് മാന്യമായി ചിലവഴിക്കണം. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ ഇണകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശം നൽകി. ആ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറ്റൊരു ഉപദേശം ഈ ദീൻ എത്തിച്ചു കൊടുക്കണമെന്നതാണ്. നല്ലറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി ഫവആഹാ ثم അദ്ദാഹാ ഇലാ മൻ ലം യസ്മഅഹാ. എന്നിൽ നിന്ന് ഒരു കാര്യം ഒരാൾ കേട്ടു, അവനത് പ്രാവർത്തികമാക്കി, അവനത് എത്തിച്ചു കൊടുത്തു. അത് കേൾക്കാത്ത ആളുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ എത്തിച്ചു കൊടുത്താൽ ആ മനുഷ്യൻ്റെ മുഖം അല്ലാഹു പ്രശോഭിതമാക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
വറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻഹു. കൈമാറിയ ആളുകൾ, അതിൽ നിന്ന് സ്വീകരിച്ചവർ, എത്രയെത്ര അങ്ങനെ വിജ്ഞാനം സ്വീകരിച്ചവരാണ് ആ കൈമാറിയവരെക്കാൾ തഖ്വയുള്ളവരായി തീർന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, സ്വഹാബത്ത് നമുക്ക് ആ വിജ്ഞാനം കൈമാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടതുപോലെ അവർ കൈമാറി. ചിലപ്പോൾ സ്വഹാബികൾ ഹദീസ് പറയുമ്പോൾ ചിരിക്കും. എന്നിട്ട് ചോദിക്കും, എന്തിനാണ് ഞാൻ ചിരിച്ചത് എന്നറിയുമോ? ഈ ഹദീസ് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവർ കൈപിടിക്കും, എന്നിട്ട് ഹദീസ് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ചോദിക്കും, എന്തിനാണ് ഞാൻ നിങ്ങളുടെ കൈ പിടിച്ചത് എന്നറിയുമോ? ഈ ഹദീസ് പറയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ കൈ പിടിച്ചു. ചിലപ്പോൾ ചുമലിൽ കൈവെക്കും. ഹദീസ് പറഞ്ഞിട്ട് ചോദിക്കും, എന്തിനാണ് ആ ചുമലിൽ കൈവച്ചതെന്നറിയുമോ? ഈ ഹദീസ് പറയുന്ന സമയത്ത് റസൂലുള്ളാഹി ഞങ്ങളുടെ ചുമലിൽ കൈവച്ചു. നോക്കൂ എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഇൽമ് കൈമാറിയത്. ഹിജ്റയുടെ 110 അവസാനത്തെ സ്വഹാബി ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് ആ പ്രവാചകന്റെ ജീവിതം മുഴുവൻ അടുത്ത തലമുറയിലേക്ക് സ്വഹാബാക്കൾ കൈമാറി. അവർക്ക് പരിചിതമായ നാടുകളിലേക്ക് അവരെത്തി ഇസ്ലാമിൻ്റെ സന്ദേശവുമായി. എന്താ കാരണം എന്നറിയോ? സ്വഹാബത്ത് കണ്ടുമുട്ടിയാൽ പരസ്പരം ഓർമ്മിപ്പിക്കുന്ന ഒരു ഉപദേശമുണ്ട്. ഒരു സൂറത്തോതാതെ അവർ പിരിയാറില്ല. സൂറത്തുൽ അസ്ർ. 4 കാര്യങ്ങളാണ്. 4 കാര്യങ്ങളില്ലെങ്കിൽ നഷ്ടമാണ്. 1 ഈമാനാണ്, ഈമാൻ ഉണ്ടാകണം. 2 അമലു സ്വാലിഹാത്താണ്. 3 ദഅവത്താണ്. 4 സ്വബ്റാണ്. ഇത് 4ഉം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഈമാൻ ഉണ്ടാകണം, അമലു സ്വാലിഹാത്ത് ഉണ്ടാകണം. 2ഉം പോരാ. ഈമാനും അമലും മാത്രം പോരാ, ദഅവത്ത് ഉണ്ടാകണം. ഞാൻ പണം തരാം, ഞാൻ സഹായിക്കാം, നിങ്ങൾ ചെയ്തോളിൻ, എൻ്റെ എല്ലാ സഹകരണവും ഉണ്ട് എന്നതല്ല. ദഅവത്തിൽ നമ്മളുണ്ടാകണം. പരീക്ഷണം ഉണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, അതിനോട് ചേർന്ന് സ്വബ്റുണ്ടാകണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ ദഅവാ രംഗത്ത് ഉണ്ടാകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ദഅവത്ത് നസീഹത്താണ്. അത് വാശി തീർക്കലല്ല. പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ ആളുകൾ പുണ്യം കിട്ടുമെന്ന രൂപത്തിലാണ് പല രൂപത്തിലുള്ള കാര്യങ്ങളും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എഴുത്ത്, നമ്മുടെ ഒരു കമൻറ്റ്, നമ്മൾ ടൈപ്പ് ചെയ്യുന്നൊരു ടെക്സ്റ്റ്, പ്രിയമുള്ളവരെ, ജനങ്ങളെ ഈ ആദർശത്തിലേക്ക് അടുപ്പിക്കുന്നതാകണം. കുൻദാലൻ ബിഇൽമിക് വഅമലിക് വസംതിക്. ഇൽമു കൊണ്ട് ജനങ്ങൾക്ക് ഇസ്ലാമിനെ കാണിച്ചു കൊടുക്കണം. നമ്മളുടെ പെരുമാറ്റം കൊണ്ട് ഇസ്ലാമിനെ കാണിച്ചു കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചളിവാരിയെറിയലല്ല, മറിച്ച് നമ്മുടെ മാന്യമായ പെരുമാറ്റത്തിലൂടെ ആളുകൾ ഇസ്ലാമിനെ കാണണം. അങ്ങനെ ജനങ്ങളിലേക്ക് ഇസ്ലാം എത്തിക്കുന്ന പരിശ്രമങ്ങളിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പുണ്യം നിറഞ്ഞ സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ അമലിനും വലിയ പ്രതിഫലം ഈ സമയങ്ങളിലുണ്ട്. ഖുർആൻ പാരായണം അധികരിപ്പിക്കുക, ദിക്റുകൾ അധികരിപ്പിക്കുക, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക, നോമ്പ് നമ്മൾ അധികരിപ്പിക്കുക. എന്തെല്ലാം നന്മകൾ നമുക്ക് ഈ ദിവസങ്ങളിൽ ചെയ്യാൻ കഴിയുന്നുവോ അങ്ങനെയെല്ലാം നന്മകളിൽ മത്സരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഈ പുണ്യം നിറഞ്ഞ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ.